ബ്രിക്കായിട്ട് നമ്മൾ സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കി. ഈ സെപ്റ്റി ടാങ്കിന് ചെറുതായിട്ടൊരു ലീക്ക് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ഈ 2 കളി ഉണ്ടല്ലോ, ഈ 2 കളിയിൽ ലീക്ക്. ഇതിൽ വെള്ളം കറക്റ്റ് നിൽക്കുന്നത് തന്നെ ഈ 2 കളിയിൽ വെള്ളം നിൽക്കുന്നില്ല. അത് ചെറിയ രീതിയിൽ ലീക്ക്. ഈ ലീക്ക് എന്താന്ന് നമ്മൾ കുറെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇതിൽ വാട്ടർ പ്രൂഫിന്റെ ഒരു വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് പണിതിട്ടുള്ള 8ന്റെ ബ്രിക്കായിട്ടാണ് കേട്ടോ. ഫുള്ളായിട്ടും ബ്രിക്കായിട്ടാണ് പണിതിട്ടുള്ളത്. 8 അടി നീളമുണ്ട്, അതുപോലെ 4 അടി വീതിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഔട്ടർ ഇതിനോട് ചേർന്നിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് തേച്ചിട്ടൊന്നുമില്ല. ഇത് നമ്മൾ ഫുള്ളായിട്ട് തേച്ച് ഗ്രൗട്ട് അടിച്ച് വൃത്തിയാക്കിയതാണ്. എന്നിട്ട് ഇത് ലീക്ക് ഉണ്ട് കണ്ട. ഈ ഒരു കളിയിൽ ലീക്കില്ല. അപ്പോൾ ഈ കാണുന്ന ഈ 2 കളിയിലാണ് ലീക്ക്. അപ്പോൾ ഇതിൽ ഏത് ഭാഗത്ത് ലീക്ക് നമ്മൾ കുറേ ചെക്ക് ചെയ്തിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഡോക്ടർ ഫിസിറ്റിന്റെ ബിറ്റുമി 2K എന്നുള്ള മെറ്റീരിയൽ, അതല്ലെങ്കിൽ ഏഷ്യൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഇതിൽ വാട്ടർ പ്രൂഫ് ചെയ്യുക. ഇങ്ങനെയുള്ള ലീക്ക് കാര്യങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ, ഇതിന് വേണ്ടി വരുന്ന മെറ്റീരിയൽ, വാട്ടർ പ്രൂഫിന് വേണ്ടി വരുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. സെപ്റ്റി ടാങ്കിന്റെ ഔട്ടർ ഇതിനോട് ചേർത്തിട്ട് തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത്. ഇവിടെ സ്ഥലത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഔട്ടർ ഇതിനോട് ചേർത്തിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. പിന്നീട് നമുക്ക് ബാത്റൂമിന്റെ വേസ്റ്റ് വെള്ളം വരാൻ നമ്മൾ വേറൊരു ഔട്ടർ ഇവിടെ പണിതിട്ടുണ്ട്. അതും നമ്മൾ ബ്രിക്കായിട്ട് തന്നെയാണ് ഔട്ടർ പണിതിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സ്ലാബും കാര്യങ്ങളൊക്കെ വാർത്തിട്ടുണ്ട്. ഈ പണിത് വരുമ്പോഴേ നമുക്കൊരു ടോട്ടല് ഇതിന്റെ എല്ലാ ചിലവും കൂടിയിട്ട് നമുക്കൊരു 25,000 രൂപയുടെ അടുത്ത ചിലവ് വരുള്ളൂ. സാധാരണ നമ്മൾ വാർപ്പിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40,000 50,000 രൂപ ചിലവ് വരും ടോട്ടൽ മെറ്റീരിയൽ അടക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ വാർപ്പിലാണ് നമ്മൾ ഇങ്ങനെയുള്ളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാർപ്പിന് മാത്രം നമുക്ക് ലേബർ 12,000 രൂപ റേറ്റ് വരും. നമുക്ക് ഈ വീടിന് 3 ഔട്ടർ വരുന്നുണ്ട്. അവിടെ കണ്ട ഔട്ടർ, അതുപോലെ തന്നെ കിച്ചൻ്റെ സെപ്പറേറ്റ് വെള്ളം പോകാൻ വേണ്ടി വേറൊരു ഔട്ടർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട സ്ലാബും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പണിതിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലാബും കാര്യങ്ങളൊക്കെ നമ്മൾ വാർപ്പേരെ കൊണ്ട് തന്നെ നമ്മൾ പണിച്ചതാണ്, കരാറ് കൊടുത്തിട്ട്. ഇതിൽ നമുക്ക് ഈ സെപ്റ്റി ടാങ്കിൻ്റെ ഈ സ്ലാബിനൊക്കെ നമുക്ക് ടോട്ടല് പണിക്കൂലി വന്നത് 6,500 രൂപയാണ്. ഈ എല്ലാ ഔട്ടറിൻ്റെയും സെപ്റ്റി ടാങ്കിൻ്റെ മൊത്തത്തിൽ ചെയ്യാൻ നമ്മളിത് മൊത്തം കരാറ് കൊടുത്താണ്. അതുപോലെ തന്നെ അവർ തന്നെയാണ് ഇത് പിടിച്ചിടുകയും ചെയ്യുക കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് സെറ്റാക്കി തരിക അവർ തന്നെയാണ്, വാർപ്പേർ തന്നെയാണ്. അപ്പോൾ ഇനി ഇതിന്റെ ലീക്ക് മാറ്റണം. അപ്പോൾ ലീക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ വാട്ടർ പ്രൂഫിന്റെ ഒരു വർക്ക് നമുക്ക് ഇതിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ വറ്റിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ സാധാരണ ഒരു വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ഡോക്ടർ ഫിസിറ്റിന്റെ അതിൽ ഏഷ്യൻ്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലത് നമ്മൾ നോക്കി അതിന്റെ ലീക്ക് മാറ്റുന്നതിന്റെ ആ ഒരു വർക്ക് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്ത് പരിചയമുള്ള ആൾക്കാരെ നിർത്തിയിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 കള്ളി വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ള മെറ്റീരിയൽ എത്രത്തോളം വരുന്നു, അതുപോലെ തന്നെ അതിന് വേണ്ടി വരുന്ന ചെലവും കാര്യങ്ങളും അതെങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ നിലവിൽ ബ്രിക്കായിട്ട് നമ്മൾ ഇതുപോലുള്ള സെപ്റ്റി ടാങ്ക് ചെയ്തപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്, ഇതിന്റെ ലീക്കിന്റെ കാര്യങ്ങളൊക്കെ. ഈ രീതിയിലുള്ള സെപ്റ്റി ടാങ്കിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ ഒരു ലൈക്ക് കൊടുത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണം. വീടുകളുടെ വർക്കിനെ സംബന്ധിച്ചുള്ള അതിന്റെ ചെലവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തുടർന്നും നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.